ഞാൻ അങ്ങയുടെ ആ പുസ്തകത്തിൽ നിന്നാണ് മമ്മൂട്ടി ഓത്തുപള്ളിക്കൂടത്തിലെ നാടകത്തിൽ നിന്നാണ് ആദ്യമായി അഭിനയിച്ച് തുടങ്ങുന്നത്. ഓത്തുപള്ളിക്കൂടത്തിൽ ലഭിക്കുന്ന ഇടവേളകൾ, കൂട്ടുകാരെല്ലാം കൂടി അഭിനയിക്കുന്ന നാടകം. അതിനുശേഷം അദ്ദേഹം പിന്നീട് മഹാരാജാസിൽ പഠിക്കാൻ വന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധന അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആരാധിച്ചിരുന്നത് ഫാസിൽ, നെടുമുടി വേണു തുടങ്ങിയ ആളുകളെയാണ്. ഫാസിലിൻ്റെ മിമിക്രിയിൽ ഇഷ്ടം തോന്നി. മിമിക്രിക്കാരനാകാൻ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടിയെക്കുറിച്ച് പുസ്തകത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ എനിക്ക് മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു മിമിക്രി അഭിനിവേശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അധികം ആർക്കും അറിവുള്ളതല്ല. ഫാസിലിൻ്റെ മിമിക്രിയിൽ ആകർഷനായി മിമിക്രി പഠിക്കാൻ പോയി. പിന്നെ YFA എന്ന് പറഞ്ഞൊരു ക്ലബ്ബുമായി ബന്ധപ്പെട്ട് വീണ്ടും നാടകത്തിലേക്ക് പോയി. പിന്നെ ലോ കോളേജിൽ നിന്ന് LLB കഴിഞ്ഞ് നേരെ മഞ്ചേരിയിൽ പോകുന്നു, വക്കീലാകുന്നു. പിന്നീട് സിനിമയിലേക്ക് വരുന്നു. പിന്നെ മലയാളികളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന മമ്മൂട്ടിയെക്കുറിച്ച് നമ്മൾ ആരും പറയണ്ട. ഇവിടെ ഇരിക്കുന്ന ആരെ വേണമെങ്കിലും ഈ കസേരയിൽ എനിക്ക് പകരം ഇരുത്തി, ബിബിന് പകരം ഇരുത്തി മമ്മൂട്ടി കഥകൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ചരിത്ര പുരാണത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക് പ്രായമാകുന്നില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നോക്കിയിട്ട് ഒരു 30 കൊല്ലമാണ് മമ്മൂട്ടിയായിട്ട് ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഒരു പ്രായമായിട്ട് എടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ മമ്മൂട്ടി വിവിധ കഥാപാത്രങ്ങളായിട്ടാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. 400-ലധികം സിനിമകളായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ റിലീസ് ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സ് എന്ന് പറഞ്ഞ ഗൗതം വാസുദേവ് മേനോൻ്റെ സിനിമയും ഇവിടെ കൂട്ടുമ്പോൾ 400-ലധികം സിനിമകളായി. അതിൽ 200-ലധികം വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് മമ്മൂട്ടിയുടേത്.